ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഡിഫൻബാച്ചിയ പ്ലാന്റ്. ഇതിന് ഡംകെയിൻ എന്നും പറയും. അപ്പൊ ഇപ്പൊ കാണിക്കുന്നതിന് കുറച്ച് ഗ്രീൻ കൂടുതലാണ് അല്ലേ. അപ്പൊ അത് വെളിച്ചം കിട്ടാത്ത ഒരു ഏരിയയിൽ വെച്ചുകൊണ്ട് നല്ല ഗ്രീൻ ആണ് കൂടുതൽ, വൈറ്റ് അങ്ങനെ കാണുന്നേ ഇല്ല, വൈറ്റ് കുറവാണുള്ളത്. പക്ഷെ നമ്മൾ ഈ പ്ലാന്റ് ഇങ്ങനെ വെളിച്ചം കിട്ടുന്നതിനനുസരിച്ച് ഈ പ്ലാന്റ് എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു വൈറ്റിലേക്ക് വരും കേട്ടോ. അപ്പൊ ആദ്യം കാണിച്ചതിനേക്കാൾ കുറച്ചും കൂടി വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് കുറച്ചൊക്കെ ഗ്രീന് മാറി വൈറ്റിലേക്ക് വരുന്നുണ്ട്. നല്ലൊരു വിഷച്ചെടിയാണ് കേട്ടോ ഇത്. കുട്ടികളുള്ള വീട്ടിലൊക്കെ കുട്ടികൾ എന്താ പറയുക, കയ്യെത്തുന്ന ദൂരത്ത് ഈ ഒരു ചെടി വെക്കാൻ പാടില്ല. പക്ഷെ നമ്മളെല്ലാവരും വളർത്തുന്നുണ്ട്, കാരണം ഇതിന്റെ ലീഫിന്റെ ഭംഗി കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ നല്ലൊരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ചാൽ മാത്രമേ ഇതിന്റെ ഗ്രീൻ മാറുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ മൂന്നാമത് കാണിക്കാൻ പോണ ചെടിക്ക് നല്ല കേട്ടോ, കുറച്ച് അതിന്റെ ഗ്രീനൊക്കെ ഒരു കുറേയൊക്കെ മാറിയിട്ട് അതൊരു വൈറ്റിലേക്ക് വന്നിട്ടുണ്ട് അല്ലേ, വൈറ്റ് കളറിലേക്ക് മാറി വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡിഫൻബാച്ചിയ പ്ലാന്റ്സ്. ഒരിക്കലും നമ്മൾ നല്ല തണലത്ത് വെക്കരുന്നു. ഈ ഒരു പ്ലാന്റ് കേട്ടോ, ഈ ഒരു പ്ലാന്റ് നല്ല തണലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ലീഫൊക്കെ പച്ച കളറായി പോകും. അപ്പൊ വൈറ്റ് കളറാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു വെളിച്ചം കിട്ടുന്ന, കുറച്ചൊരു ലൈറ്റിങ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. കാരണം നല്ലൊരു വൈറ്റ് കളറാണ് കേട്ടോ ഇതിന്റെ ലീഫിനുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റെമ്മ് കട്ടിങ്ങിലൂടെയാണ് ഇതിന്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്റ്റെമ്മ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കട്ട് ചെയ്യുന്ന ആ തണ്ടിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് 2 പ്ലാന്റ്സ് എപ്പോഴും മുളച്ചു വരുന്നത് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യണം കേട്ടോ.